ഇൻഷുറൻസ് ഏജന്റായ നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ക്ലയൻസ് പോളിസി വാങ്ങുന്നതിന് മുമ്പ് എന്താണ് നോക്കുന്നത്? നമുക്ക് നോക്കാം. ക്ലയൻസ് ആദ്യം നോക്കുന്നത് പ്രീമിയം ആണോ ബെനിഫിറ്റ്സ് ആണോ, ആ പോളിസി എടുക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആണോ, അല്ലെങ്കിൽ ആ പോളിസിയുടെ പ്രീമിയം എത്ര എന്നാണോ, അതോ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്താണ്, ഈ കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്താണ്, ഇതാണോ? പല ഇൻഷുറൻസ് ഏജന്റുമാരും ഇത് തന്നെയാണ് കരുതുന്നത്. ഇങ്ങനെയാണ് ക്ലയൻസ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം നോക്കുന്നത് എന്നാണ് കരുതുന്നത്. പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ചിന്താഗതിയെ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കാൻ പോകുന്ന, നിങ്ങളുടെ ബിസിനസിനെ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു റിയാലിറ്റിയാണ്. ഒരു 10 വർഷം മുൻപേ ക്ലയന്റിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ രീതി വേറെയായിരുന്നു. ഇന്ന് ആ രീതി, ആ ബിഹേവിയർ കംപ്ലീറ്റ്ലി മാറിയിരിക്കും. ഇന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇന്ന് ആളുകൾ റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അതിനു മുമ്പ് ആ ഹോട്ടലിന്റെ അല്ലെങ്കിൽ ആ റെസ്റ്റോറന്റിന്റെ റിവ്യൂസ് നോക്കും. ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ റേറ്റിംഗ്സ് നോക്കും. ഒരു ഡോക്ടറെ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പോൾ ചോദ്യം ഇതാണ്, ആൾക്കാർ ഇൻഷുറൻസ് വാങ്ങുമ്പോൾ ഇതേ രീതിയിൽ സെർച്ച് ചെയ്യുമോ ഇല്ലയോ? ആൻസർ ഈസ് തീർച്ചയായും കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആൾക്കാർ സെർച്ച് ചെയ്യും. ട്രസ്റ്റ് ഇന്ന് ഫേസ് ടു ഫേസ് അല്ല, നമ്മുടെയൊക്കെ മൊബൈൽ സ്ക്രീനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു ക്ലയന്റിന് ഇൻഷുറൻസ് ആവശ്യം വന്നാൽ അയാൾ ആദ്യം നിങ്ങളുടെ വാട്സപ്പ് പ്രൊഫൈൽ തുറക്കും. ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങളുടെ വാട്സപ്പ് പ്രൊഫൈൽ അവർ ചെക്ക് ചെയ്യും. നിങ്ങളുടെ DP നോക്കും, ഡിസ്പ്ലേ പിക്ചർ നോക്കും, നിങ്ങളുടെ എബോട്ടസ് നോക്കും, നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കും. നിങ്ങൾ ഇൻഷുറൻസ് ബിസിനസ്സിൽ ആക്റ്റീവ് ആണോ, പ്രൊഫഷണൽ ആണോ, ട്രസ്റ്റ് വർത്തി ആണോ, ഇതൊക്കെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ വാട്സപ്പ് പ്രൊഫൈൽ കണ്ടാൽ ഒരു ക്ലയന്റിന്, നിങ്ങളുടെ ഒരു കസ്റ്റമറിന് ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം ഫീൽ ചെയ്യുമോ? ഇനി രണ്ടാമതായി ആൾക്കാർ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഫേസ്ബുക്ക് ആയിരിക്കാം. കാരണം ഇന്ന് ഫേസ്ബുക്ക് ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡായി മാറിയിരിക്കുന്നു. നിങ്ങൾ എന്താണ് ഫേസ്ബുക്കിൽ എന്താണ് പോസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള നോളജുകൾ ഷെയർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണോ, ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് ആക്റ്റീവ് ആണോ, ഇതെല്ലാം നിങ്ങളുടെ ക്ലയൻറ്റ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഒബ്സർവ് ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഓൺലൈനിൽ കാണിക്കുന്നതാണ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻറ്റ്സ് ഇന്ന് വിശ്വസിക്കുന്നത്. ഗൂഗിൾ ഇന്ന് മറ്റൊരു വിസിറ്റിംഗ് കാർഡാണ്. ഒരു ക്ലയന്റ് നിങ്ങളുടെ പേര് സെർച്ച് ചെയ്താൽ എന്താണ് കാണുന്നത്? പ്രൊഫഷണൽ പ്രസൻസ് ആണോ, അതോ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒന്നും കാണില്ലേ? ഗൂഗിളിൽ നിങ്ങളെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഇൻഷുറൻസ് ഏജന്റ് എക്സിസ്റ്റ് ഇല്ല എന്ന് അവർ ചിന്തിക്കുന്നു. വിസിബിലിറ്റി ക്രിയേറ്റ്സ് ഫെമിലാരിറ്റി, ഫെമിലാരിറ്റി ക്രിയേറ്റ്സ് ട്രസ്റ്റ്, ആ ട്രസ്റ്റ് ക്രിയേറ്റ്സ് ബിസിനസ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും ഡേഞ്ചറസ്. നിങ്ങൾക്ക് നോളജ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്, പക്ഷെ ട്രസ്റ്റ് ഇല്ല. കാരണം നിങ്ങൾ വിസിബിൾ അല്ല, നിങ്ങൾക്ക് വിസിബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് പല ഏജൻസും നല്ലവരായിട്ടും അവർക്ക് മികച്ച അവസരങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാത്തത്. സത്യം പറഞ്ഞാൽ ക്ലയൻറ്റ്സ് നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നതല്ല, അവർ നിങ്ങളെ ചൂസ് ചെയ്യാതിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ പിക്ചർ ഏകദേശം ക്ലിയർ ആയി കാണുമെന്ന് തോന്നുന്നു. പീപ്പിൾ ബൈ ഫ്രം പീപ്പിൾ ദേ ട്രസ്റ്റ്. ആളുകൾ വാങ്ങുന്നത് അവർ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നാണ്. പീപ്പിൾ ട്രസ്റ്റ് പീപ്പിൾ ദേ നോ. ആളുകൾ വിശ്വസിക്കുന്നത് അവർക്ക് അറിയുന്ന ആളുകളെയാണ്. പീപ്പിൾ നോ പീപ്പിൾ ദേ സീ. ആളുകൾക്ക് അറിയുന്നത് അവർ കാണുന്ന ആളുകളെയാണ്. സോ അതിനാൽ എനിക്ക് സിംപിളി പറയാൻ പറ്റും, വിസിബിലിറ്റി ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റി. വിസിബിലിറ്റിയാണ് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, വിസിബിലിറ്റി ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റി. Again, visibility creates opportunity. Again, visibility creates opportunity. Again, visibility creates opportunity. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം അവസാനമായി ചോദിക്കട്ടെ. ഒരു ക്ലയന്റ് ഇൻഷുറൻസ് വാങ്ങാൻ ഇന്ന് റെഡിയാണെന്ന് നിങ്ങൾ കരുതൂ. അയാൾ നിങ്ങളെ ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നു, നിങ്ങളുടെ വാട്സപ്പ് നോക്കുന്നു, നിങ്ങളുടെ ഫേസ്ബുക്ക് നോക്കുന്നു, ഗൂഗിളിൽ നോക്കുന്നു നിങ്ങളെ. അപ്പോൾ ട്രസ്റ്റ് ബിൽഡാകുമോ അതോ ഡൗട്ട് വരുമോ? നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ. നിങ്ങളെ എവിടെയൊക്കെ കാണാമെങ്കിൽ ട്രസ്റ്റ് ബിൽഡാകുമോ അതോ ഡൗട്ട്സ് വരുമോ? ഇൻഷുറൻസ് ഇൻഡസ്ട്രി മാറുന്നു, ക്ലയൻറ്റ്സ് മാറുന്നു, ടെക്നോളജി മാറുന്നു, പക്ഷേ ഒരു കാര്യം മാത്രം മാറുന്നില്ല. പീപ്പിൾ ബൈ ഫ്രം പീപ്പിൾ ദേ ട്രസ്റ്റ്. ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത്, വാങ്ങുന്നത് അവർ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നാണ്. ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന പുതിയ സ്ഥലം എന്ന് പറയുന്നത് ഓൺലൈനാണ്. അതുകൊണ്ട് ഓർക്കുക, വാട്സപ്പ് മാറ്റേഴ്സ്, വിസിബിലിറ്റി മാറ്റേഴ്സ്, ട്രസ്റ്റ് മാറ്റേഴ്സ്, ഓപ്പർച്യൂണിറ്റി ഫോളോസ് വിസിബിലിറ്റി. അവസരങ്ങൾ ഫോളോ ചെയ്യുന്നത് വിസിബിലിറ്റിയാണ്. വിസിബിലിറ്റി ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു.